വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയാണ്. സോ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ബ്ലാക്ക് ബോഡീസ് എന്ന് പറയുന്നത് മിയർലി ബ്ലാക്ക് കളർ എന്നർത്ഥമില്ല. സോ ഈ ബ്ലാക്ക് ബോഡി ഈസ് എ ബോഡി വിച്ച് എമിറ്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് റേഡിയേഷൻ ബൈ എ സർഫസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സോ ഇറ്റ് ഹാസ് എ മാക്സിമം എമിസി പവർ. മാക്സിമം എമിസി പവർ ഉള്ള എന്താണോ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്നത്. So different bodies may emit different amounts of radiation per unit surface area. But being a black body, it emits the maximum amount of radiation by surface. ഇതൊരു ഐഡിയലിസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ബോഡി ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ ആ ബ്ലാക്ക് ബോഡിക്ക് മാക്സിമം എമിഷൻ ആണ്, അല്ലെങ്കിൽ എമിസീവ് പവർ ആണ് ഉള്ളത്. അതിന് മേലെ ഒരു പവർ ഇല്ല, ഒരു ബോഡിക്കും ഇല്ല. അങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസ് ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ വിളിക്കുന്ന ബ്ലാക്ക് ബോഡീസ് എന്നാണ് പറയുക. ഇറ്റ് ഇസ് എൻ ഐഡിയലൈസ്ഡ് ബോഡി ടു സെർവ് ആസ് എ സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് വിച്ച് the radiative properties of real surfaces may be compared. പല സർഫസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ബ്ലാക്ക് ബോഡിയുടെ റേഡിയേഷൻ്റെ മികവനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ എമിസി പവർ അനുസരിച്ചാണ് നമ്മൾ മറ്റ് ബോഡീസിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതിന് നമ്മൾ എമിസിവിറ്റി എന്ന് പറയും. സോ മാക്സിമം എമിസിവിറ്റി ഉള്ളത് ബ്ലാക്ക് ബോഡിക്ക് തന്നെയാണ്. ഈ ഇ ബി എന്ന് എഴുതിയിരിക്കുന്നത് എമിസി പവർ ഓഫ് ബ്ലാക്ക് ബോഡി കാണിക്കാനാണ്, ഇ ബി. ഓക്കെ, എ ബ്ലാക്ക് ബോഡി ഇസ് എ പെർഫെക്റ്റ് എമിറ്റർ ആൻഡ് അബ്സോർബർ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ബ്ലാക്ക് ബോഡിയിലേക്ക് വരുന്ന റേഡിയേഷൻ അബ്സോർവ് ചെയ്യും, അത് എമിറ്റും ചെയ്യും. ഒരിക്കലും അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. വരുന്ന ബോഡി ഹീറ്റ് അല്ലെങ്കിൽ ബോഡി റേഡിയേഷൻ ബ്ലാക്ക് ബോഡി അബ്സർവ് ചെയ്യാറുണ്ട്, പക്ഷെ ഒരിക്കലും അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റ് ബോഡീസാണ്. ബ്ലാക്ക് ബോഡി ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ ആസ് വെൽ ആസ് മാക്സിമം എമിറ്റർ. ഓക്കെ, സോ എ ബ്ലാക്ക് ബോഡി ഇസ് എ പെർഫെക്റ്റ് എമിറ്റർ. എ ബ്ലാക്ക് ബോഡി അബ്സോർബ്സ് ഓൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ റിഗാർഡ്ലെസ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ വരുന്നതായാലും ബ്ലാക്ക് ബോഡിക്ക് വിഷയമില്ല, അത് അബ്സോർബ് ചെയ്യും. ദ റേഡിയേഷൻ എനർജി എമിറ്റഡ് ബൈ ബ്ലാക്ക് ബോഡി ഈസ് ഗിവൺ ബൈ EBT ഈസ് ഈക്വൽ ടു സിഗ്മ T⁴. ഹിയർ സിഗ്മ ഇസ് നോൺ ആസ് ബോൾസ്മാൻസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ 5.670 × 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ⁴. ഇവിടെ ടെമ്പറേച്ചറിനെ എമിസി പവർ എപ്പോഴും പ്രൊപ്പോർഷണൽ ടു ബ്ലാക്ക് ബോഡി ആയിക്കോട്ടെ, ഏതൊരു ബോഡി ആയിക്കോട്ടെ, 4th പവർ ഓഫ് ടെമ്പറേച്ചർ ആണ്. ഈ ടെമ്പറേച്ചർ കെൽവിനിൽ വേണം കാണിക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കരുത്, കെൽവിനിൽ കാണിക്കണം ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ 4th പവറിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഡിപ്പെൻഡൻസി മാറ്റാൻ നമ്മൾ ഇക്വേഷൻ ആക്കുന്ന രീതിയിൽ ഒരു കോൺസ്റ്റന്റ് വരികയും ആ കോൺസ്റ്റന്റ് നമ്മൾ ബ്ലാക്ക് ബോഡി എമിസി പവറിനകത്തുള്ള സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 5.670 × 10⁻⁸ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ⁴. സോ ഈ ബ്ലാക്ക് ബോഡി സെറ്റ് ടു ബി എ diffuse emitter since it emits all radiation energy uniformly in all directions. ഓക്കെ, ഇത് എല്ലാ ഡയറക്ഷൻസിലും എമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ ബോഡി എല്ലാ ഡയറക്ഷനിലും എമിറ്റ് ചെയ്യണമെന്നില്ല, മൊത്തത്തിൽ എമിറ്റ് ചെയ്യണമെന്നുമില്ല. സോ സ്പെക്ട്രൽ ബ്ലാക്ക് ബോഡി എമിസി പവർ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എനർജി എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി അറ്റ് എ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ T per unit time, per unit surface area and per unit wavelength about the wavelength lambda. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ നോക്കുക. C1/λ⁵, then E⁻²C2/λT -1. ഓക്കെ, λ⁵ ഇങ്ങനെ എഴുതാം. സോ ഇതാണ് ഇവിടെ എഴുതിയേക്കുന്ന ഈ പറഞ്ഞ സ്പെക്ട്രൽ ബ്ലാക്ക് ബോഡി എമിസി പവർ. ഈ രണ്ട് കോൺസ്റ്റൻസ് നോക്കുക. C1 = 2πhc02, ദാറ്റ് ഈസ് ഈക്വൽ 3.71477 × 10⁻⁸ വാട്ട് മൈക്രോമീറ്റർ ⁴ per meter square. ഈ H എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, K എന്ന് പറയുന്ന ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ആ K ഇവിടെ താഴെ വരുന്നുണ്ട്. H0/K C2 1.43878 × 10⁻⁴ മൈക്രോമീറ്റർ കെൽവിൻ. എന്നാൽ K എന്ന് പറഞ്ഞാൽ 1.38065 × 10⁻23 ജൂൾ പെർ കെൽവിൻ. സോ ഈ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും മറ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, C0 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം, രണ്ടിനും സെയിം ആയതുകൊണ്ട് നമ്മൾ എയർ ഓർ വാക്വം എന്ന് ഉപയോഗിക്കും. അതാണ് C0. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന C1 C2, അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് സ്പെക്ട്രൽ ബ്ലാക്ക് ബോഡി എമിസി പവർ എന്ന് പറയുക. ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് സിഗ്മ T⁴ എന്ന് പറയുന്ന മുന്നേ പറഞ്ഞ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ അത് നമുക്ക് പിന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ഓൾ.